എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. ശോഭിക വെഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. വനംവകുപ്പിന്റെ നിലമ്പൂർ, അരുവാക്കോട്, നെടുങ്കയം തടി ഡിപ്പോകളിൽ അംഗീകൃത വ്യാപാരികൾക്കുൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തി പാലക്കാട് ടിംബർ സെയിൽസ് ഡിവിഷൻ DFO. ഇതിനെതിരെ മുഖ്യമന്ത്രിക്കും വനംവകുപ്പ് മന്ത്രി, വനം വിജിലൻസ് എന്നിവർക്ക് പരാതി നൽകിയതായി വ്യാപാരികൾ അറിയിച്ചു. വനംവകുപ്പിന്റെ നിലമ്പൂർ, അരുവാക്കോട്, നെടുങ്കയം തടി ഡിപ്പോകളിൽ അംഗീകൃത വ്യാപാരികൾക്ക് ഉൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തി പാലക്കാട് ടിംബർ സെയിൽ ഡിവിഷൻ DFO. നടപടിക്കെതിരെ വനം വകുപ്പിന്റെ അംഗീകൃത വ്യാപാരികൾ മുഖ്യമന്ത്രി, വനം മന്ത്രി, വനം വിജിലൻസ് എന്നിവർക്ക് പരാതി നൽകി. വ്യാപാരികളുടെ പരാതികളിൽ അന്വേഷണം ആരംഭിച്ചതായി വനം വിജിലൻസ് കോഴിക്കോട് DFO ജയപ്രകാശ് അറിയിച്ചു. നിലമ്പൂർ വനം വിജിലൻസ് റേഞ്ച് ഓഫീസറാണ് അന്വേഷണം നടത്തുന്നത്. പാലക്കാട് ടിംബർ സെയിൽ ഡിവിഷന് കീഴിൽ വനം വകുപ്പിന്റെ ജില്ലയിലെ അംഗീകൃത തടി വിൽപ്പന കേന്ദ്രങ്ങളായ അരുവാക്കോട് ടിംബർ സെയിൽ ഡിപ്പോയും നെടുങ്കയം ടിംബർ സെയിൽസ് ഡിപ്പോയുമാണ് ഉള്ളത്. പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന ഈ ഡിപ്പോകളിൽ പ്രവൃത്തി ദിവസങ്ങളിലും ഒഴിവു ദിവസങ്ങളിലും വ്യാപാരികൾ തങ്ങൾ വിളിച്ചതും ലേലത്തിന് ഒരുക്കുന്ന തടികൾ കാണാനും ആവശ്യക്കാർക്ക് കാണിച്ചു കൊടുക്കാനും തടസ്സമില്ലായിരുന്നു. എന്നാൽ കഴിഞ്ഞ 3 മാസമായി ഡിപ്പോയിലേക്ക് പ്രവേശിക്കാനുള്ള ഗേറ്റുകൾ പാലക്കാട് ടിംബർ സെയിൽ ഡിവിഷൻ DFO രാജീവിന്റെ നിർദ്ദേശപ്രകാരം ഗേറ്റിൽ ഡ്യൂട്ടിക്ക് ആളെ നിയോഗിച്ചിട്ടുണ്ട്. വനം വകുപ്പിന്റെ അംഗീകൃത വ്യാപാരികൾക്കും ഈ നിയന്ത്രണം ബാധകമാണ്. മേൽവിലാസം, ഫോൺ നമ്പർ, ഡിപ്പോയിലേക്ക് പോകാനുള്ള കാരണം എന്നിവ ബോധിപ്പിക്കണം. ഇതോടെ വ്യാപാരികളിൽ ചിലർ ഡിപ്പോകളിൽ നടക്കുന്ന ഈ ലേലങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. വനം വകുപ്പിന് തടി ലേലത്തിലൂടെ ഏറ്റവും ഉയർന്ന വില ലഭിക്കുന്നതും നികുതി വരുമാനത്തിൽ വലിയ തുക സർക്കാരിലേക്ക് ലഭിക്കുന്നതും അരുവാക്കോട് ഡിപ്പോകളിൽ നിന്നാണ്. DFOയുടെയും റേഞ്ച് ഓഫീസർമാരുടെയും പുതിയ നിയന്ത്രണത്തോടെ ഡിപ്പോകളിൽ നടക്കുന്ന ഈ ലേലങ്ങളിൽ വിറ്റുപോകുന്ന തടികളുടെ അളവിൽ വലിയ കുറവാണുള്ളത്. ഇത് സർക്കാർ പരിശോധിക്കണമെന്നും 25 വർഷമായി വനം വകുപ്പിന്റെ അംഗീകൃത വ്യാപാരിയായ എടവണ സ്വദേശി അസ്ഹർ പറയുന്നു. ഇവിടെ ഈ അരുവാക്കോട് ഡിപ്പോ ഒരു 25 വർഷമായിട്ട് ഞാനിവിടെ വരുന്നുണ്ട്. വളരെയധികം സുതാര്യമായിട്ടുള്ള പ്രവണതയാണ് ഇത് കണ്ടുവരുന്നത്. ഇപ്പം ഈ അടുത്ത കാലത്ത് ഈ 2 മാസം 3 മാസം കൊണ്ട് പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ. ഈ ഗേറ്റ് പൂട്ടിയിട്ടുകൊണ്ട് 2 ഗേറ്റും പൂട്ടിയിടുക, അതിൻ്റെ ഉള്ളിലോട്ട് ലേലത്തിൻ്റെ ആളുകളെയും മറ്റുള്ള ആളുകൾക്കൊക്കെ പ്രവേശനം ഒരു ദുഷ്കരമായിട്ടുള്ള ഒരു രീതിയിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. മരം കാണാനും മറ്റുള്ള സംഗതികൾക്കൊക്കെ ശരിക്കും ഡിപ്പാർട്ട്മെന്റിന്റെ ആളുകൾ ശരിക്കും സ്വാഗതം ചെയ്യാൻ വേണ്ടി എല്ലാവരും സ്വീകരിച്ചു കണ്ട് എങ്ങനെ ഇതൊരു സെയിൽസ് ഡിപ്പോ ആണ്. അപ്പോൾ സെയിൽസ് ഡിപ്പോയിൽ എന്ന് പറയുമ്പം അവരൊക്കെ സ്വീകരിച്ചിട്ട് എല്ലാ ആൾക്കാരെയും എങ്ങനെ 4 മരം വിൽപ്പനക്കാണ് ബന്ധപ്പെട്ട അധികാരികൾ ശ്രമിക്കേണ്ടത്. ഇത് നേരെ സ്വകാര്യവൽക്കരിക്കുന്ന ഒരു രീതിയിലാണ് ഈ സർക്കാർ ഡിപ്പോ കൊണ്ടുപോയിക്കാണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇത് ചെയ്യുന്നത്. അത് വളരെയധികം പൊതുജനങ്ങൾക്കും മറ്റുള്ള ആളുകൾക്കൊക്കെ വളരെയധികം പ്രഹസനം ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത്. അതിൽ ഇപ്പോൾ ഉള്ളിൽ വരുന്ന ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് തടികൾ കാണിച്ചു കൊടുത്തുകൊണ്ട് ചില തൽപര കക്ഷികളുടെ മരം വിൽക്കാനുള്ള സൗകര്യമാണ് അതിൽ കാണുന്നത്. അതാണ് അതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം വരുന്നത്. ഇത്ര കാലമായിട്ടും ഈ 2 ഗേറ്റ് പൂട്ടിയാണ്ട് ഇങ്ങനെ ശരിക്ക് ഇത് ഫോറസ്റ്റ് സെൻട്രൽ റിപ്പോർട്ട് അരുവാക്കോട് എന്നാണ്. ശരിക്ക് ഇത് ഇപ്പം നടക്കുന്നത് ഫോറസ്റ്റ് സെൻട്രൽ ജയിൽ അരുവാക്കോട് നിന്ന് ഇടേണ്ട ഒരു രീതിയിലാണ് ഇപ്പോൾ ഇത് കണ്ടുവരുന്നത്. എവിടെയില്ലാത്ത രീതിയാണ്. കേരളത്തിലെ ഒട്ടുമിക്ക ഡിപ്പോകളിലും എല്ലാ ആളുകളും സ്വീകരിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും കുറച്ച് ക്വാണ്ടിറ്റി മരം എങ്ങനെ സെയിലാക്കാന്നുള്ള ധാരണയാണ് പൊതുവെ സ്വീകരിക്കുന്നത്. അത് നേരെ വിപരീത രീതിയിലാണ് ഇത് ചെയ്യുന്നത്. അതിൻ്റെ ദുരുദ്ദേശപരമായിട്ടുള്ള കുറേ നടപടികളുണ്ട്. അത് മേലുള്ള ഉദ്യോഗസ്ഥന്മാരെ ധരിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ ഡിപ്പോക്കാർ ഈ അരുവാക്കോട് ഡിപ്പോ, നെടുങ്കയം ഡിപ്പോയിലൊക്കെ അങ്ങനെ വരുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത്. കച്ചവടക്കാർക്ക് വളരെയധികം പ്രയാസകരമാണ്. പുതിയ നിയന്ത്രണം ഡിപ്പോകളിലെ ലേലത്തിലൂടെ സർക്കാരിന് ലഭിക്കുന്ന നികുതി വരുമാനം കുറയ്ക്കാനാണ്.
ഇത്തരം നടപടികൾ ഉദ്യോഗസ്ഥർക്ക് അഴിമതി നടത്താനുള്ള കളമൊരുക്കാനാണ്. സർക്കാർ ഇക്കാര്യത്തിൽ അടിയന്തര നടപടിയെടുത്ത് പഴയ അവസ്ഥ പുനഃസ്ഥാപിക്കണമെന്നും പാലക്കാട് ടിംബർ ഡിവിഷന് കീഴിൽ മാത്രമാണ് ഈ നിയന്ത്രണമുള്ളതെന്നും അസ്കർ പറയുന്നു. ചിലരെ സഹായിക്കാനും അതിലൂടെ കമ്മീഷൻ അടിച്ചെടുക്കാനുമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയവരുടെ ലക്ഷ്യമെന്നും ഇത് തെളിയിക്കുന്ന ഫോട്ടോകൾ ഉൾപ്പെടെ തങ്ങളുടെ കൈവശമുണ്ടെന്നും വ്യാപാരികളിൽ ഒരു വിഭാഗം പറഞ്ഞു. ഇപ്പോൾ അരുവക്കോട് ഡിപ്പോയിൽ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന അശാസ്ത്രീയമായ തീരുമാനങ്ങളുടെ ഫലമായി ഞാനിപ്പോൾ ലേലത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. അതും ഗവൺമെന്റ് നല്ലൊരു റവന്യൂ വരുമാനം കുറയുന്ന അവസ്ഥ ഉണ്ടാക്കുന്നുണ്ട്. ഈ തീരുമാനങ്ങൾ നമുക്ക് ഇത്രയും ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഇങ്ങനെ മരങ്ങൾ എടുക്കേണ്ട ഒരു ആവശ്യവും വരുന്നില്ല. അത് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ പിടിവാശി മൂലമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഈ പ്രശ്നങ്ങളായിട്ട് നമ്മൾ 2-3 വകുപ്പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഒന്ന് പ്ലെയിൻസ് കോഡ് കാലിക്കറ്റ്, അതേപോലെ മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്, വകുപ്പ് തല മന്ത്രിക്കും പരാതി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നെടുങ്കയം ഡിപ്പോയിൽ റേഞ്ച് ഓഫീസർ കച്ചവടം ചെയ്യുന്ന സ്വകാര്യ വ്യക്തിൻ്റെ ഓഫീസിൽ പോയി കച്ചവടം ചെയ്യുന്ന ഫോട്ടോ സഹിതമുള്ള പരാതികൾ ആണ് കൊടുത്തിട്ടുള്ളത്. A+ വിഷൻ, നിലമ്പൂർ. Super absorbent. Poppy's Diapers.